മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ഡിവൈഎസ്പി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഷൻ ഓർഡർ ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് SP ആണ് സസ്പെൻഡ് ചെയ്തത്. ഡിവൈഎസ്പിയുടെ കാര്യത്തിൽ വരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഉത്തരവ് വരണം. ഒട്ടും വൈകാതെ തന്നെ ആ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച വിരമിക്കാനിരിക്കെ വലിയൊരു പണിയായിപ്പോയി ഈ ഡിവൈഎസ്പിക്ക് കിട്ടിയതല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അതെ. ഈ വെള്ളിയാഴ്ച വിരമിക്കാനിരിക്കെ അദ്ദേഹം ഒപ്പമുള്ള 3 പോലീസുകാർക്കൊപ്പം മസനഗുഡിയിൽ പോയതാണ്. മസനഗുഡി വഴി നേരെ എത്തിയത് അദ്ദേഹം ഈ തമ്മനം ഫൈസലിൻ്റെ വീട്ടിലാണ്. ഇത് അങ്കമാലി പോലീസ് അറിയുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന് കുടുക്കായത്. എന്തായാലും ഇന്നലെ തന്നെ DIGയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഈ സസ്പെൻഷൻ ഓർഡറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. സർക്കാരിനും പോലീസ് സേനയ്ക്കും വലിയ കളങ്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അച്ചടക്ക ലംഘനമാണ് സാബു നടത്തിയത് എന്നും ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് ദീപക്, ജോളിമോൻ, റെജി എന്ന് പറയുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ MG സാബുവിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ MG സാബുവിനെതിരെ നേരത്തെയും വിവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം കോതമംഗലം CI ആയിരിക്കുമ്പോൾ 2010 ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ സാബുവിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ. എന്തായാലും എറണാകുളം ജില്ലയിൽ എറണാകുളം റൂറൽ പോലീസിന്റെ കീഴിൽ വിവിധ സ്റ്റേഷനുകളിൽ വർഷങ്ങളോളം ജോലി ചെയ്ത ആളാണ് MG സാബു. ഈ MG സാബു കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ ഈ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് റൂറൽ പോലീസ് നൽകിയത്. ഇതിൽ പറയുന്നത് ഈ തൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന തൻ്റെ ഒരു സുഹൃത്തിനെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ DYSP തമ്മനം ഫൈസലിനെ കാണിച്ചത് എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. അതേസമയം തമ്മനം ഫൈസലിനെ കാണണമെന്ന ആഗ്രഹം ഈ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് DYSP മേലുദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി. ഇത്തരത്തിൽ എന്തായാലും ഇവർ തമ്മനം ഫൈസലാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്ത് എത്തിയത് എന്നത് വ്യക്തമാണ്. മാത്രമല്ല 25-ാം തീയതി വരെ തമ്മനം ഫൈസൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കോൾ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുക. മാത്രമല്ല 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇപ്പോൾ വകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? DYSPയുടെ സാന്നിധ്യത്തോട് ഉറപ്പിച്ചു അല്ലേ? തീർച്ചയായും അതെ. ഈ DYSP MG സാബുവിൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഈ സംഘം ഈ അങ്കമാലിയിൽ തമ്മനം ഫൈസലിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. യൂണിഫോമിൽ അങ്കമാലി പോലീസ് വരുന്നത് കണ്ട ഉടൻ ഈ MG സാബു മാത്രം അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ബാത്റൂമിൽ കയറി ഒളിച്ചു എന്ന് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അങ്കമാലി പോലീസിന് മൊഴി നൽകുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും DYSP അടക്കം അവിടെയുണ്ട്. പരിശോധനയ്ക്ക് എത്തിയതാകട്ടെ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. സ്വാഭാവികമായും അവിടെ ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അനുമതിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് തെളിവുകൾ കൂടി പരിഗണിച്ച ശേഷമാണ് ആലുവ റൂറൽ SP DIGക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.